ശ്രീ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം നേരത്തെ ഇരിക്കുന്ന സമയത്തും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വകുപ്പിനെ കൂടുതൽ കാര്യക്ഷമമാക്കാനും ശ്രദ്ധിക്കുവാനും അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾക്കും ഈ വകുപ്പ് വിധേയമാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണമാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് KSRTC തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ്, വേറെ സംസ്ഥാനത്തെങ്ങും ഇത്തരമൊരു സമ്പ്രദായമില്ല, വളരെ കാര്യക്ഷമമായി ഡ്രൈവിംഗ് പരിശീലനം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പകുതി ഫീസോടുകൂടി, മറ്റുള്ളവർക്ക് പുറത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചാൽ കൊടുക്കേണ്ടുന്ന ഫീസിനേക്കാൾ ഒരുപാട് കുറച്ച്, ഏതാണ്ട് ഹെവി ലൈസൻസ് ഉൾപ്പെടെ എടുത്തു കൊടുക്കുമ്പോൾ ഏതാണ്ട് 9,000 രൂപയാകുന്നു. ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളി സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കും ഈ ഒരു സൗകര്യം ലഭ്യമാക്കുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ KSRTCയുടെ അധീനതയിൽ തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ്. ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ ചാർജ് എടുത്ത ശേഷം KSRTCയുടെ ഒരുപാട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു.